പറ്റും? 25 രൂപ ഇറക്കാം. സ്മാർട്ട് ഹൈബ്രിഡ് റയർ വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 6.5 ലക്ഷം റുപ്യ കൊടുക്കാം. 6.5 ലക്ഷം റുപ്യ ലോണും ചെയ്തു കൊടുക്കാം. അപ്പൊ ഫുൾ ഓണില് ഡീസലില് അത് നമുക്ക് 17 ZD പ്ലസ് 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിഡ്ലം വണ്ടി. 5.5 ലക്ഷം റുപ്യ കൊടുക്കാം. 5 ലക്ഷം രൂപക്ക് 2021 മോഡല് 5 ലക്ഷം റുപ്യക്ക് ഓഫർ പ്രൈസ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 20 രൂപ ഉണ്ടെങ്കിൽ 20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ചെറിയ 25 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയൊരു പൈസക്ക് ഇറക്കാം. അത്യാവശ്യം മോഡലും കാര്യങ്ങളെല്ലാം വരുന്ന കേരള രജിസ്ട്രേഷൻ വണ്ടി. ഫൈനൽ റേറ്റ് 3,70,000 റുപ്യ കൊടുക്കാം. 370 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 40 രൂപ 55 രൂപ. ഇതൊരു സ്വിഫ്റ്റിന്റെ ഒക്കെ പ്രൈസിന് നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാന്നുള്ളതാണ്. വെറും 8.25. ഒറിജിനൽ കേരള വണ്ടി നമ്മള് പിന്നെ 9 ലക്ഷം റുപ്യ. ഒരു 30 റുപ്യ ഉണ്ടെങ്കിൽ 30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. 2019 മോഡലിൽ ചോദിക്കുന്ന പ്രൈസ്. സ്മാർട്ട് ഹൈബ്രിഡ് ബലേനില് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാറുകളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡ്ലം പാർട്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇർഷാദാണ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത്. സൂപ്പർ കാസിലാണ്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിഡ്ലം പാർട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് നമ്മൾ സൂപ്പർ കാസിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മഞ്ചേരി ഭാഗത്ത് നിന്ന് മലപ്പുറം റോഡിൽ 2 കിലോമീറ്റർ മാറിയിട്ട് മുട്ടിപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ മലപ്പുറം മഞ്ചേരി റോഡാണ് കാണുന്നത്. മലപ്പുറത്തുനിന്ന് അതായത് മഞ്ചേരിയിൽ നിന്ന് നമ്മൾ മലപ്പുറം റൂട്ടിലായിട്ട് ഏകദേശം 2 കിലോമീറ്റർ അല്ലേ? യെസ്. അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ്, പ്രീമിയം വെഹിക്കിൾസ്, അതേപോലെ SUV-കളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സ്വിഫ്റ്റ് എന്ന് തുടങ്ങാം അല്ലേ? ഒരു ബ്ലൂ കളറിൽ അതും KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 വണ്ടിയാണ്. 74,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അപ്പോൾ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിന് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 18 നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അല്ല? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഇന്റീരിയർ സൈഡ് ആണെങ്കിലും നല്ല നീറ്റാണ്. റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇത് ബേസ് മോഡലാണ്. ബേസ് മോഡലാണ്. LXi ആണ്. AC പവർ സ്റ്റിയറിംഗ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓൺഷിപ്പ് സിംഗിൾ സെക്കൻഡ് എത്ര ചോദിക്കുന്നു നമ്മൾ ഇതിന്? നമുക്കിത് ഫൈനൽ റേറ്റ് ആയിട്ട് ഒരു ഓഫർ പ്രൈസിൽ 5.5 ലക്ഷം റുപ്യ കൊടുക്കും. 5 ലക്ഷം രൂപയ്ക്ക് 2021 മോഡല് 5 ലക്ഷം റുപ്യക്ക് ഓഫർ പ്രൈസ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 20 രൂപ ഉണ്ടെങ്കിൽ 20 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ചെറിയൊരു വണ്ടി ഇറക്കുന്ന പോലെ നമുക്ക് ഇറക്കാൻ പറ്റും കേട്ടോ. തന്നെ ഒരു ഓട്ടോമാറ്റിക് വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ജനറേഷനിൽ വാഗണർ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അത് KL 12 വയനാട് രജിസ്ട്രേഷൻ. അത് അഡീഷണൽ അലോയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2016 VXi ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ ഷോറൂം സർവീസുള്ള വണ്ടി. ഒന്നുമില്ല. പക്ക ഫുൾ ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം. കിലോമീറ്റർ പറഞ്ഞത്? കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ. കറക്റ്റ് സർവീസ് കമ്പനി. ഇതിന്റെ ഏറ്റവും ഫുള്ളോടാണ്. അഡീഷണൽ അലോയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ല? ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. എത്ര ചോദിക്കും നമ്മളിതിന്? നമുക്ക് ഫൈനൽ റേറ്റ് 3,70,000 റുപ്യ കൊടുക്കാം. 370 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 40 രൂപ 55 രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം കേട്ടോ. ഇടയിൽ ഒരു പ്രീമിയം 2 വെഹിക്കിൾസ് ഉണ്ട്. നമുക്കൊരു Audi A4 ഉള്ളതിന്. അതെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2014 വണ്ടിയാണ്. S ലൈന്. ഇതിന് ഏറ്റവും ടോപ്പ് എൻഡ് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? കിലോമീറ്റർ 76,000 കിലോമീറ്റർ. 76,000 കിലോമീറ്റർ അല്ല? ഇത് കേരള വണ്ടിയാണോ അതോ റീ വണ്ടിയാണോ? ഇത് റീ വണ്ടി. UP രജിസ്ട്രേഷൻ ആണ് വണ്ടി അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. മെക്കാനിക്കലൊക്കെ പക്ക. എത്രയായിരുന്നു നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമുക്കിത് ഓഫർ പ്രൈസിൽ 8,25,000 റുപ്യ കൊടുക്കും. 8.25 അതായത് നമുക്ക് അതായത് ഒരു സ്വിഫ്റ്റിന്റെ ഒക്കെ പ്രൈസിന് നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാന്നുള്ളതാണ്. വെറും 8.25 നമ്പർ ആയി കഴിഞ്ഞാൽ നമുക്ക് ലോണൊക്കെ വേണമെങ്കിൽ ചെയ്യാനും പറ്റും. അപ്പോൾ അടിപൊളി വണ്ടി. S ലൈനുമാണ് ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ്. ഇത് ഞാനൊരു കളർ ചേഞ്ച് ആണ് അല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടി. അതും കാലിക്കറ്റ് രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2011 വണ്ടി. 1,07,000 കിലോമീറ്റർ ഓട്ടം. 3ാമത്തെ ഓണർഷിപ്പ്. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഫുൾ ഹിസ്റ്റർ എല്ലാം പക്കയല്ല വണ്ടി. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 9 ലക്ഷം റുപ്യ കൊടുക്കും. 9 ലക്ഷം റുപ്യക്ക് ഒറിജിനൽ കേരള 2011. ഒറിജിനൽ കേരള വണ്ടി നമ്മള് പിന്നെ 9 ലക്ഷം റുപ്യ. വീണ്ടും ഒരു ചെറുവാഹനാണ്. ഹുണ്ടായുടെ ഇയോണ്. നല്ല അടിപൊളി കോഫി ഫിനിഷിംഗ് ഒക്കെ വരുന്ന, അതും കേരള രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടി. മാഗ്ന പ്ലസ് 2014 വണ്ടി. 69,000 കിലോമീറ്റർ ഓട്ടം. ഓക്കെ. മൈലേജ് നമുക്കൊരു 18 ഒക്കെ പ്രതീക്ഷിച്ചൂടെ? പ്രതീക്ഷിക്കാം. മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എങ്ങനെയായിരുന്നു കിലോമീറ്റർ പറഞ്ഞത്?
69,000 കിലോമീറ്റർ. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ്. എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന്? 1,60,000 കൊടുക്കാം. 1,60,000 കേട്ടോ. 14 മോഡൽ മാഗ്ന പ്ലസ് 69 ഓടി വണ്ടി. 69 ഓടി വണ്ടി. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 30 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് 30 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം കേട്ടോ. ദെൻ വീണ്ടും ഒരു ബലേന അല്ല? ബലേനോ. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വരുന്നില്ല? അല്ല, ഇത് ഡെൽറ്റ 19 നമുക്ക് ഫേസ് ഷിഫ്റ്റ് തന്നെ ഡെൽറ്റ വരുന്നതില് പ്രൊജക്ടഡ് ലാമ്പും ലൈറ്റിംഗ് ലാമ്പൊക്കെ വരുന്ന ഒരു മോഡലാണ്. ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2019 ഡെൽറ്റ 1 lakh കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. അത്യാവശ്യം ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് ഹവേഴ്സ് അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. ക്രോം ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. അത് ഹൈബ്രിഡും ആണ് വരുന്നത് അല്ലേ? അതെ അതെ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 5,75,000 രൂപ. 5,75,000 കേട്ടോ. 19 മോഡൽ ഡെൽറ്റ ബെലിനോ സ്മാർട്ട് ഹൈബ്രിഡ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. 2019 മോഡൽ ചോദിക്കുന്ന പ്രൈസ് റയറാണ്. സ്മാർട്ട് ഹൈബ്രിഡ് റയറാണ് ബെലിനില്. അതാണ് മൈലേജ് കൂടുതലുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും. അപ്പൊ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ 5,75,000 നമ്മളെ വീഡിയോ കണ്ടു വരുന്നെങ്കിൽ നമ്മളെ അതൊരു ഡിസ്കൗണ്ട് കൂടി കൊടുക്കാം. ഇനി കൊടുക്കാം. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 25 രൂപ 25 രൂപ ഇറക്കാം. സ്മാർട്ട് ഹൈബ്രിഡിലെ റയർ വണ്ടിയാണ്. അത്യാവശ്യം SUV നല്ല കളക്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്കൊരു ചെറുകാർ ഇനിയും വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് തന്നെ ഓൾട്ടോ 800. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 64,000 കിലോമീറ്ററുടെ വണ്ടി. KL10 വണ്ടി. 68,000 കിലോമീറ്റർ അല്ലേ? അതെ. ഇത് ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. എങ്ങനെ ചോദ്യം നമുക്ക് ഇതിന്? ഇത് നമുക്ക് 2,70,000 രൂപ നെറ്റ് ആയിട്ട് കൊടുക്കാം. 2,70,000 നെറ്റില്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 25-30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി നമുക്ക് ലോൺ 25 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ചെറിയൊരു പൈസക്ക് ഇറക്കാം. അത്യാവശ്യം മോഡലും കാര്യങ്ങളെല്ലാം വരുന്ന കേൾട്ടൺ രജിസ്ട്രേഷൻ വണ്ടി. ഇത് നമുക്കൊരു നിസാന്റെ സണ്ണി അല്ലേ? ഇത് ഡീസൽ അതോ പെട്രോളോ? പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക്. CVT ആകരം അല്ലേ? CVT. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിലെ ഒരു ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡൽ 15 രജിസ്റ്റർ 82,000 കിലോമീറ്ററുടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടി. അത്യാവശ്യം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വണ്ടി. CVT ഓട്ടോമാറ്റിക്കല് ഒരു കിഡ്ലം വെഹിക്കിൾ. എത്ര ചോദിക്കുന്നത്? 3,40,000 രൂപ കൊടുക്കാം. ലോൺ ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഒരു 3 രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് 3 രൂപ നമുക്ക് ലോൺ ചെയ്യാം. നമ്മളെ വീഡിയോ കണ്ടു തന്നെ കസ്റ്റമർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൊടുക്കാം. ഓക്കെ. നമുക്ക് ഏകദേശം ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊടുക്കാം. വണ്ടി ഇറക്കും ചെയ്യാം. ഇതാ നമുക്കൊരു സിറ്റി അതിന് ഏകദേശം 4th ജനറേഷൻ. ഇത് 2014 മോഡൽ നമുക്ക് ഫേസ് ഷിഫ്റ്റ് ചെയ്താണ്. നമ്മൾ തന്നെ ചെയ്താണ്. നെക്സ്റ്റ് ജനറേഷക്ക് കൺവേർട്ട് ചെയ്താണ് അല്ലേ? അതെ അതെ. റീരജിസ്ട്രേഷൻ വണ്ടിയാണ്. 2014 മോഡൽ SV. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 1,00,000 സംതിങ് ഓടിക്കണേ. അത് പുറത്ത് വണ്ടിയാണ്. നമ്മൾ ഗ്യാരണ്ടി കറക്റ്റ് പറയണില്ല. ഓക്കെ. സർവീസ് ഇല്ലാത്തതുകൊണ്ട് എഞ്ചിന് ഗിയർ ബോക്സ് ഒക്കെ നമ്മൾ പക്ക ഗ്യാരണ്ടിയാണ്. ഓക്കെ. പക്ഷെ SV ആണെങ്കിൽ റിയർലി AC വെന്റ്, ക്രൂസ് കൺട്രോള് സ്റ്റീരിയോ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് അല്ലേ? അതെ അതെ അതെ. എത്ര ചോദിക്കണം നമ്മൾ ഇതിന്? ഇത് നമ്മൾ 4,65,000 രൂപ. 4,65 അല്ലേ? ഒരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 60 രൂപ ഉണ്ടെങ്കിൽ ബാക്കി വണ്ടി ഇറക്കാം അല്ലേ? ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒരു 22 എന്തായാലും കൺഫേം ആയിട്ട് പറയാം അല്ലേ? ഇതൊരു i20 എലൈറ്റിന്റെ ഒരു പിന്നെ ക്രോസ് മോഡലാണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2015 മോഡല് S ഓപ്ഷൻ ഡീസൽ. നല്ല ഷോറൂം സർവീസ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി. എത്ര ചോദിക്കുന്നത്? 1,20,000 സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ട് ഒരു ആഴ്ച ആയിട്ടുള്ളൂ. ഓക്കെ. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് നമുക്ക് 4,00,000 രൂപ കൊടുക്കും. 4,00,000. 15 മോഡൽ ഡീസൽ വണ്ടി. ഓക്കെ. ബെസ്റ്റ് പ്രൈസ് ആണ്. 4,50,000 രൂപ കേട്ടോ. 4,00,000 രൂപ നമുക്ക് ലോണും ചെയ്യാം. ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതെ. ഇത് നമുക്കൊരു ഡീസൽ ബസ്സാണ്. ഡുവൽ ടൂണ്. അതേപോലെ തന്നെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് അൾട്രേഷൻ കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു മോഡലാണ്. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നമുക്ക് ഓഫർ പ്രൈസിന് കൊടുക്കാം. 2017 ZDI പ്ലസ് ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് വണ്ടി അല്ലേ? ഡീസലാണ് ഏറ്റവും ടോപ്പ് ആൻഡ് ZDI പ്ലസ്. ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് 3ാമത്തെ ഓണർഷിപ്പ് ആണ്. 1,50,000 കിലോമീറ്റർ ഫുള്ള് ഷോറൂം സർവീസ്. ഹിസ്റ്ററൊക്കെ പക്കായിട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ടോപ്പ് ഉണ്ട്. ഇതിൽ ബ്രസീൽ എത്ര ചോദിക്കുന്നത്? 6,50,000 രൂപ കൊടുക്കാം. 6,50,000 രൂപ ലോണും ചെയ്തു കൊടുക്കാം. അപ്പൊ ഫുൾ ഓണില് ഡീസലില് അത് നമുക്ക് 17 ZDI പ്ലസ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി.
ഇനി അടുത്തൊരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഡുവൽ ടൂൺ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഡീസൽ അല്ല വരുന്നത്? ഡീസൽ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് ഡീസൽ അല്ല, സോറി, പെട്രോൾ ആണ്. 2016 പെട്രോൾ അല്ലേ? XX പ്ലസ് ആണ് വരിക. ഓക്കെ, അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ്. 1,00,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഒക്കെ പക്കാ കിട്ടൂല, ക്ലീൻ. എങ്ങനെയായിരുന്നു കിലോമീറ്റർ? എങ്ങനെയായിരുന്നു? 1,02,000 കിലോമീറ്റർ. എത്ര ചോദിക്കുന്നു നമ്മളിതിന്? ഇത് നമുക്ക് 6.25 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 6.25 ലക്ഷം രൂപയ്ക്ക് ക്രെറ്റ കേട്ടോ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 6.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടി. അത് നമുക്ക് 6.5 ലക്ഷം രൂപ 6.25 രൂപ ചോദിക്കണം. 6 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാം. ഒരു 25 രൂപ വണ്ടി ഇറക്കാം. ഒരു ആഷ് ബാഗിന്റെ പ്രൈസിനും ഉണ്ടാവും. ഇതിന്റെ അടുത്തതൊരു കിടിലം ഒരു സെൽട്ടോസ് ആണ്, ഡുവൽ ടൂൺ അല്ലേ? ഡീസൽ ഓട്ടോമാറ്റിക്, ഏറ്റവും ടോപ്പ് എൻഡ്. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ് എൻഡ്, സൺറൂഫ് അടക്കം വരുന്ന ഒരു വണ്ടി. GTX പ്ലസ്. എങ്ങനെയായിരുന്നു? സീറ്റ് വെന്റിലേഷൻ ഒക്കെ വരുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ, സീറ്റ് വെന്റിലേഷൻ, അങ്ങനെ ഏറ്റവും കമ്പനി ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനം. ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 വണ്ടിയാണ്. GTX പ്ലസ് ഓട്ടോമാറ്റിക്, ഡീസൽ. ഓക്കെ, സീറ്റ് വെന്റിലേഷൻ ഏറ്റവും ഫിറ്റിംഗ്സ് തന്നെ വരുന്ന ഒരു വാഹനമാണ്. നമുക്ക് ഇവിടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട്. അതേപോലെ സീറ്റ് വെന്റിലേഷന്, സീറ്റിൽ AC കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 77,000 കിലോമീറ്റർ. 75,000 കിലോമീറ്റർ. ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി, ഡീസൽ ഓട്ടോമാറ്റിക്കല്, 75,000 കിലോമീറ്റർ, ഏറ്റവും ടോപ്പ് എൻഡ്. എത്ര ചോദിക്കുന്നു നമ്മൾ? നെറ്റ് പ്രൈസ് ആയിട്ട് 14,80,000 രൂപ കൊടുക്കും. 14,80,000. 21 വണ്ടി GTX പ്ലസ്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റുന്നത്? നമുക്കൊരു 13.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാം. ഇത് നമുക്കൊരു ക്രെറ്റ കേട്ടോ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 വണ്ടി, ബേസ് വേരിയന്റ് ആണ്. 84,000 കിലോമീറ്റർ വണ്ടി, ഡീസൽ. സിംഗിൾ ഓണർഷിപ്പ്, റീപ്ലേസും ഒന്നുമില്ലാത്ത വണ്ടിയാണ്. ബേസ് മോഡലാണ്. പക്ഷെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ഒരു പിന്നെ എന്താ പറയാ, നമുക്കൊരു അലോയ്സ് കാര്യങ്ങളൊക്കെ കുറവുണ്ടെന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് അഡീഷണൽ ചെയ്യിപ്പിച്ചാൽ പക്കായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. EX ആണ്. ഇന്ത്യയിലൊക്കെ നോക്കി നിങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ കാര്യങ്ങൾ, ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു സൺറൂഫിന്റെ അലോ വീൽസിനും കുറവുണ്ടെന്ന് പറയാം. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമുക്ക് ഫൈനൽ വില ആയിട്ട് 10,60,000 രൂപ. അപ്പൊ ഒരു സ്പെഷ്യൽ റേറ്റ് ആണ്. ഡീസൽ വണ്ടിയാണ്. ഒരു 10 ലക്ഷം റേഞ്ചിൽ ഒരു ഡീസലിൽ ഒരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒരു സോണറ്റ് വെന്യൂ ഒക്കെ നോക്കുന്ന പ്രൈസിന് നമുക്ക് ഒരു ക്രെറ്റ ഉണ്ടാവും. ഡീസൽ വണ്ടി ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? 10 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ 10-60 രൂപ വണ്ടി ഇറക്കാം. ഞാൻ ഒരു ബ്ലാക്ക് കേട്ടോ, ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് സൺറൂഫ്. 2022 വണ്ടി, 22 വണ്ടി, 41,000 കിലോമീറ്റർ വണ്ടി, നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അത്ര നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ വരുന്നത് 41,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, ഓട്ടോമാറ്റിക്, 21 SX ഓപ്ഷൻ. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമുക്ക് 18.5 ലക്ഷം രൂപ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര? ലോൺ നമുക്ക് 17 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാൻ പറ്റൂല. ഇനി നമ്മളെ വീഡിയോ കണ്ടുവരുന്ന കസ്റ്റമർക്ക് നമ്മളെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വീണ്ടും കൊടുക്കാം. അടുത്ത തവണ ഒരു കിടിലം വണ്ടിയാണ്. ഡെയിലി യൂസിന് മെയിൻ്റെനൻസ് കുറവും അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്ക് ഹോണ്ടയുടെ അമേസ് ഡീസൽ ഓട്ടോമാറ്റിക്. സോ നമുക്ക് കംഫർട്ടും ഉണ്ടാവും, മൈലേജും എല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ 20-ന് മുകളിൽ ഓട്ടോമാറ്റിക്കല് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം ഏകദേശം ഇത് തന്നെയാണ് അല്ലേ? കുറഞ്ഞ മെയിൻ്റെനൻസും. ഇവിടെ നമ്പറായ വണ്ടിയാണ്, പക്ഷെ അത് സർവീസ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഇസ്റ്ററൊക്കെ ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആയിട്ട് 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപയ്ക്ക് 19 രജിസ്റ്റർ, V ഓപ്ഷൻ, ഡീസൽ ഓട്ടോമാറ്റിക്. നമുക്ക് ഏകദേശം ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ഓണും ചെയ്യാം. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അത് ഫുൾ ഇസ്റ്ററൊക്കെ ഉള്ള വണ്ടി. വീണ്ടും ഒരു ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റയാണ്. നേരത്തെ ഒരു വൈറ്റ് പരിചയപ്പെട്ടിരുന്നു. അത് പെട്രോൾ ആണ്, ഇത് ഡീസലാണ്. അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് സെയിം 2016 SX ആണ്. 1,55,000 കിലോമീറ്റർ ഓടിക്കണേ. സെക്കൻഡ് ഓണർഷിപ്പ്, ഫുള്ള് ഷോറൂം സർവീസ്. എല്ലാം പക്കയാണ് വണ്ടി. എത്ര ചോദിക്കുന്നു നമ്മളിതിന്? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് ആയിട്ട് 6,80,000 രൂപ കൊടുക്കാം. ഡീസൽ വണ്ടി 6,80,000 ഡീസൽ വണ്ടി. 6.25 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അടുത്ത ഒരു ഫോക്സ് വാഗൺ ടൈഗൂൺ അല്ലേ? അതെ. KL32 രജിസ്ട്രേഷൻ ആണ്. നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്നുണ്ട്.
റെഡ് ഫിനിഷിംഗ് ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? അത് 2021 മോഡല്. അത് മറ്റേ ഹൈലൈൻ ഓട്ടോമാറ്റിക് 70,000 കിലോമീറ്ററുടെ വണ്ടി. ഓക്കെ, നമുക്ക് നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, നല്ല ബോഡി വെയിറ്റ് പെർഫോമൻസ് ഒക്കെ എല്ലാം കിടുവാണ് അല്ലേ? അതെ അതെ. എത്ര ചോദിക്കുന്നത്? നമുക്ക് 11,75,000 രൂപ കൊടുക്കാം. ലോൺ 21 വണ്ടി ഓട്ടോമാറ്റിക്. നമുക്ക് ഏകദേശം ഒരു 10.5 ലക്ഷം 10 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്യാം. ഇനി അടുത്തൊരു കിഡ്ലൻ 7 സീറ്റർ ആണ്. ലോ കിലോമീറ്റർ തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടാവും. M8 2018 വണ്ടി, 59,000 കിലോമീറ്റർ. അതെ, മൈലേജ് കിട്ടും. അത്യാവശ്യം ഒരു ക്രിസ്റ്റന്റെ ഒക്കെ ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നല്ല ക്വാളിറ്റി വണ്ടി, 7 സീറ്റർ വാഹനം. M8 എന്നൊക്കെ പറയുമ്പോൾ നമ്മള് ടയർ സൈസ് ഒക്കെ നോക്കി നല്ല അത്യാവശ്യം നല്ല ടയർ സൈസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടിയാണ്. സ്പേഷ്യസ് ആണ്. വലിയൊരു ഫാമിലിക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. മൈലേജും കിട്ടൂല, 16-17 മൈലേജും കിട്ടുന്ന ഒരു 7 സീറ്റർ. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? നമുക്കിത് 8,60,000 രൂപ കൊടുക്കാം. ലോൺ നമുക്ക് 8 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യും. 60 റുപ്യ വണ്ടി ഇറക്കാം. നമ്മളെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൊടുക്കാം. ഈ പ്രൈസിൽ ഒന്നുകൂടെ മാക്സിമം കുറച്ച് കൊടുക്കാം അല്ല. കിഡ്ലൻ MG Hector Plus 7 സീറ്റർ വാഹനമാണ്. ഡീസൽ 7 സീറ്റർ വാഹനം നോക്കുന്നവർക്ക് ഒരു ഓഫർ പ്രൈസ് വണ്ടി അല്ല? അതെ, പനോണിക് സൺറൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന വണ്ടിയാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2020 മോഡലാണ്. ഹെക്ടർ പ്ലസ് ഷാർപ്പ്, ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിൽ 4 മാസം കൂടി കമ്പനി വാറണ്ടി ബാക്കിയുണ്ട്. B2B ഇൻഷുറൻസും ഉണ്ട്. ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 11,80,000 രൂപ കൊടുക്കാം. ആ 11,80,000 നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റുന്ന 7 സീറ്റർ ഡീസല്. ഇനി 4 മാസം കമ്പനി വാറണ്ടി, ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് അടക്കമുള്ള വണ്ടി. അടുത്ത തവണ ഒരു കിഡ്ലൻ സഫാരി സഫാരി. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? സഫാരി 2022 വണ്ടി, XT 35,000 കിലോമീറ്ററോടെ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, ഡീസൽ വണ്ടി. അതെ, ലാമിനേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. PPF ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ നമുക്ക് അത്രയും പക്കായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടു നടന്ന ഒരു വാഹനമാണ് അല്ലേ? എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ വരുന്നത്? 35,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 7 സീറ്റർ ആണ് കേട്ടോ. അതെ, 7 സീറ്റർ ആണ് അല്ലേ? 7 സീറ്റർ. എത്ര ചോദിക്കുന്നത് നമ്മളിതിന്? നമ്മളത് 15 രൂപ വെക്കുന്നുണ്ട്. എന്തെങ്കിലും മാന്യമായ രീതിയിൽ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഏകദേശം ലോണ് നമുക്കൊരു 14-14.5 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്തു കൊടുക്കാം. ലോണും ചെയ്യാം. നല്ല ട്രാക്ക് കാര്യങ്ങളുള്ളവരാണെങ്കിൽ നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മളെന്ത് സൂപ്പർ കാസിലായിരുന്നു. ലൊക്കേഷൻ വന്ന് മലപ്പുറം ജില്ല മഞ്ചേരിയിലാണ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഇർഷാദ് സൈനിങ് ഓഫ്.